പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വചനഭാഗം, ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ടേക്ക് ദിസ് വിത്ത് യു, നോട്ട് ജസ്റ്റ് ദിസ് ഇയർ, പക്ഷെ ഏത് നമ്മുടെ എല്ലാ വർഷത്തിന്റെയും തുടക്കം ഈ വർഷത്തിന്റെ തുടക്കം മാത്രമായിട്ടല്ല, എല്ലാ വർഷത്തിലും നമ്മൾ തന്നെ സ്വയം ശോധന ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ തന്നെ ഒന്നും കൂടെ സ്പിരിറ്റില്, like to make ourselves better, we should um, hold tight to this part that I'm going to discuss today, because I think it's very relevant to a lot of Christians, including myself. So, ആരെങ്കിലും കൊലോസിയൻസിന്റെ 3:12-13 ഒന്ന് വായിക്കാവോ? ആരെങ്കിലും വായിച്ചു കൊടുത്തോ? ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ സിസ്റ്റർ വായിച്ചോ? കൊലോസ്യർ എത്ര പറഞ്ഞേ? 3:12. 3:12-13. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ആമേൻ. എഫേസ്യൻസ് 4:32 കൂടെ വായിക്കാവോ? എഫേസ്യർ 4:32. അതെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ആമേൻ. സോ ഇവിടെ കൊടുത്തേക്കുന്ന നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് 2 തീം കാണാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റി, 2 ഫൊർഗിവ്നെസ്. ആൻഡ് ഇത് രണ്ടും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ദീസ് ക്വാളിറ്റി, ഹ്യൂമിലിറ്റിയും ഫൊർഗിവ്നെസ്സും, ഈ 2 ക്വാളിറ്റി നമുക്കില്ലെങ്കിൽ നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് ഒത്തിരി പ്രോഗ്രസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് as far as the Bible says. ബൈബിളിന്റെ പുതിയ നിയമം അനുസരിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച കൂടുതൽ ടീച്ചിങ്സിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് യേശുക്രിസ്തു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫൊർഗിവ്നെസ്സിനും ഹ്യൂമിലിറ്റിയും കുറിച്ചാണ്. കാരണം യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലോട്ട് വന്ന്, ജീസസ് ക്രൈസ്റ്റ് came to the Lord not as a king that wanted to rule over other people. He came down to this earth as a humble man, lived amongst us and preached amongst the lowest of the lowest people. യേശുക്രിസ്തു ഭൂമിയിലോട്ട് വന്നത് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന ഒരു വലിയൊരു രാജാവായിട്ടല്ല വന്നത്. നമ്മുടെ ഇടയ്ക്ക് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് ഏറ്റവും താഴ്ന്ന ആൾക്കാരുമായിട്ട് ഇടപഴകി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ. ആൻഡ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഹ്യൂമിലിറ്റിയും ഫൊർഗിവ്നെസ്സിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ബൈബിളില് ആദ്യ പാപം എടുത്ത് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും അത്? ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? ബൈബിളിലത്തെ ഫസ്റ്റ് സിൻ എന്തായിരുന്നു? ആദ്യത്തെ പാപം ബൈബിളില്? ആരെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പറ. തെറ്റാണേലും കുഴപ്പമില്ല, ഞാൻ വഴക്ക് പറയത്തില്ല. ഓക്കെ, എല്ലാവർക്കും ഭയങ്കര നാണമായോണ്ട് ഞാൻ പറയാം. എല്ലാരും വിചാരിക്കും യൂഷ്വലി ബൈബിളിലത്തെ ഫസ്റ്റ് സിൻ എന്ന് വെച്ചാൽ ആദവും ഹവ്വയും ചെയ്ത ഏദൻ തോട്ടത്തിൽ ചെയ്ത സിന്നാണ്. പീപ്പിൾ തിങ്ക് ഇറ്റ്സ് ദ സിൻ they did in the garden of Eden. ബട്ട് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ബൈബിളിലത്തെ ആദ്യത്തെ പാപം എന്ന് വെച്ചാൽ പ്രൈഡ് ആണ്. അത് ആരാ ചെയ്തതെന്ന് വെച്ചാല് ലൂസിഫർ. ആൻഡ് അതിന്റെ ബൈബിൾ ഭാഗം എടുത്തു നോക്കുവാണെങ്കിൽ, ഒരു മിനിറ്റ്, യെസ്, നമ്മൾ ഇശയ 14 ഐസയ 14 എടുത്തു നോക്കുവാണെങ്കിൽ മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല. അത് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു റെഫറൻസ് ഐസയ 14 കൊടുത്തേക്കുന്നതാണ്. അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലൂസിഫർ എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന്
പോയതെന്ന് ഉള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മനുഷ്യർ ചെയ്ത പാപത്തെക്കാട്ടി ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ പാവം ഫസ്റ്റ് സിൻ ഇൻ ദ ബൈബിൾ ഇസ് പ്രൈഡ്. പ്രൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഹ്യൂമിലിറ്റി. ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യൻ ലൈഫിൽ. ആൻഡ് ദ റീസൺ വൈ ഐ സെഡ് ഇസ് ബിക്കോസ് ഹ്യൂമിലിറ്റിയും ഫൊർഗിവ്നെസ്സും, ക്ഷമയും ഹ്യൂമിലിറ്റി, താഴ്മ, അതെ, താഴ്മയും ക്ഷമയും അത് ഒരിക്കലും രണ്ടും രണ്ടായിട്ടല്ല നിൽക്കുന്നത്, രണ്ടും ഒരുമിച്ച് ഒന്നായിട്ടാ പോകുന്നത്. കാരണം കൊളോസ്യരിൽ 3:12-13 പറഞ്ഞ പോലെ 13ാമത്തെ വാക്യത്തിൽ bear with one another and forgive any complaint you may have against someone else. Forgive as the Lord forgave you. അവിടെ ആ forgiveness വരണമെങ്കിൽ അതിന് മുമ്പത്തെ വാക്യത്തിൽ കൊടുത്തേക്കുന്നുണ്ട്. Therefore, as the elect of God, holy and beloved, clothe yourselves with hearts of compassion, kindness, humility, gentleness and patience. ആ 12ാമത്തെ വാക്യത്തിൽ കൊടുത്തേക്കുന്ന അതിനകത്തുള്ള ഹ്യൂമിലിറ്റി, അവിടെ ബാക്കി വേറെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഹ്യൂമിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ബൈബിളിൽ പലയിടത്തും നോക്കിയാല് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ what stands out more profound in the Old Testament and New Testament is the humility and forgiveness of people. അത് നമ്മളിപ്പോ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ദാവീദിനെ എപ്പോഴും കൊല്ലാൻ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കിങ് സോൾ. അപ്പൊ എന്തുവാ, ഡേവിഡ് സ്പെയർഡ് കിങ് സോൾസ് ലൈഫ്. ഷൗലിനെ കൊല്ലാൻ ദാവീദിന് ഓരോ ചാൻസ് ഉണ്ടായിരുന്നിട്ട് ദാവീദ് എന്താ ചെയ്തത്? 1 ശമൂവേൽ 24:6 ആരെങ്കിലും വായിക്കാവോ? സാമുവേൽ 24:6. അവൻ തന്റെ ചാളുകളോട് യഹോവയുടെ അഭിഷിക്തനായ തന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. So അവിടെ what David did was restrain himself from committing a sin of ending a man's life, and that comes from humility. പിന്നെ നമ്മള് ഹ്യൂമിലിറ്റിനെ കുറിച്ച് വീണ്ടും നമ്മൾ ബൈബിളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് foreshadows about how Christ is going to be a humble person, a person with great humility, who's going to live as a humble servant. In Isaiah chapter 53, അത് ആരും എടുക്കേണ്ട ആവശ്യമില്ല, but I'm just saying. So Old Testament, I just wanted to clarify, Old Testament എന്താണ് ഹ്യൂമിലിറ്റിനെ കുറിച്ച് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാരണം എന്ന് വെച്ചാല് ഹ്യൂമിലിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ഹ്യൂമിലിറ്റി ഡിസ്മാന്റിൽസ് പ്രൈഡ്, വിച്ച് ഇസ് ദ പ്രൈമറി ബാരിയർ ഫോർ ഫൊർഗിവ്നെസ്. എന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റി, അതായത് താഴ്മയാണ് പ്രൈഡിനെ തകർക്കുന്നത്. താഴ്മയുള്ളവർക്ക് പ്രൈഡ് ഇല്ല. ആ പ്രൈഡിനെ തകർത്തില്ലെങ്കിൽ ഇറ്റ്സ് എ പ്രൈമറി ബാരിയർ ടു ഫൊർഗിവ്നെസ്. പ്രൈഡ് ഉള്ളവർക്ക് ഒരാളുടെ അടുത്ത് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പ്രൈഡ് തകർന്നു പോകുമ്പോൾ എന്താ പറ്റുക? ആ ഒരു വ്യക്തിക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് വരും. ആൻഡ് again, coming back to why pride is important, because it is the first sin in Bible. അത് ബേസ് ചെയ്ത് ആ സെയിം പ്രൈഡിനെ ബേസ് ചെയ്തിരുന്ന ആദ്യത്തെ ഹൗവനെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിച്ചത്. When the serpent tempted Eve and therefore tempting Adam later on, what happened was they built pride in their hearts. അവരുടെ മനസ്സിൽ പ്രൈഡ് വന്നോണ്ടാണ് അവർ പാപം ചെയ്യാൻ പുറപ്പെട്ടത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ഫൊർഗിവ്നെസ്, നമ്മൾ ഫൊർഗിവ്നെസ് പഴയ നിയമത്തിൽ നോക്കുവാണെങ്കിൽ ജോസഫിന്റെ ബ്രദേഴ്സും തമ്മിൽ എന്താ നടന്നത്? വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ്? It is a big foreshadowing of our Lord's favor, our Lord's forgiveness and grace. നമ്മൾ മലയാളത്തിൽ പറയണ നിഴലാക്കുക, എന്തോ പുതിയ നിയമത്തിന്റെ നിഴലാണ്. That's what I mean by foreshadowing. കാരണം നമ്മള്
ജനസിസ് 50:20 ആരെങ്കിലും വായിക്കാവോ? ഉൽപ്പത്തി 50:20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. Amen. പഴയ നിയമത്തില് ഇഫ് യു റീഡ് ഫ്രം ഓൾഡ് ടെസ്റ്റ്മെന്റ്, നമ്മൾ പഴയ നിയമത്തിൽ നോക്കണ പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അങ്ങ് പോകും. ബട്ട് ഇറ്റ്സ് എ ബിഗ് ഫോർ ഷാഡോയിങ് ഓഫ് അവർ ലോർഡ്സ് ഗ്രേസ് ഇൻ ദാറ്റ് when Joseph decided to forgive his brothers, it saved many lives. ജോസഫ് അവിടെ തന്റെ ബ്രദേഴ്സിനെ ക്ഷമിച്ചപ്പോൾ എന്താ നടന്നത്? അത്രയും ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എന്തോരം ജനങ്ങൾ ബുദ്ധിമുട്ടി ലൈക്ക് നശിച്ചു പോയെന്നെ. ബട്ട് ജോസഫ് ഡിസൈഡഡ് ടു forgive over there. അത് വെറും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് ദൈവം തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് യു നീഡ് ടു ഹാവ് ദാറ്റ് ഗോഡ്സ് ലവ് ഇൻ യു. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു അത്രയും ഭയങ്കര ഇതായിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് forgive ചെയ്യാൻ പറ്റും. അത്രയും ആ ഒരു ലെവലിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. മേ ബി എനിക്കറിഞ്ഞൂടാ, ഞാൻ അത്രയൊന്നും വളർന്നിട്ടില്ല ക്രിസ്തുവിൽ. ആരെങ്കിലും എൻ്റെ അടുത്ത് ഇത്രയും ദുഷ്ടത്തരമൊക്കെ കാണിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത് സഹായത്തിന് വന്ന ഫസ്റ്റ് ഞാനൊന്ന് ഇച്ചിരി ബുദ്ധിമുട്ടും. എന്തോ ആദ്യം ഞാനിങ്ങനെ വിചാരിക്കും, അവരെന്നെ ഇത്രയും ഉപദ്രവിച്ചല്ലേ, എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയല്ലേ, ഞാൻ അവരെ എന്തിനു forgive ചെയ്യണം? എനിക്കതിന് ബെനിഫിറ്റ് ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ നമ്മളുടെ ഉള്ളില് ക്രിസ്തു ഉള്ളപ്പോൾ എന്താ പറ്റുക? ആ ഒരു മനുഷ്യനായ ഞാൻ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉള്ളപ്പോ നമ്മുടെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന പോലെ നമ്മള് ക്ഷമിക്കും. ആൻഡ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്പോഴും ഈ forgivenessനെ കുറിച്ച് പറയാൻ കാരണം എന്തിനാണ്? ഓരോ കാര്യം നമ്മുടെ ബൈബിളിൽ കൊടുത്തേക്കുന്നതിന് ഓരോ അർത്ഥമുണ്ട്, ഓരോ റീസൺ ഉണ്ട്, ഓരോ കാരണമുണ്ട് അതിന്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുതിയ നിയമത്തിലാണ് ദൈവം നമ്മളോട് ക്ഷമിച്ച ഏറ്റവും വലിയ ഏറ്റവും വലിയ സാക്രിഫൈസ് ആണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. പഴയ നിയമത്തില് അതിന്റെ ഒരു ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് foreshadowing what happened in the New Testament. ഇതിന് കാരണം എന്ത്? ഇത് ചുമ്മാ നമുക്ക് എല്ലാവർക്കും വായിച്ചു പോകേണ്ട ഒരു ഭാഗമാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി സംതിങ് വി ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ അവർ ലൈഫ്സ്. നമ്മൾ ആരെങ്കിലും ഹോസേയ 3:1 കൂടെ വായിക്കാവോ? അനത്തിരി യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ടിട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ചു. അവളോട്, നീ ബഹുകാലം അടങ്ങി പാർക്കണം, പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ അരുത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. Amen. So ഇവിടെ കാണിച്ചേക്കുന്നത് God commanded Hosea to buy back his unfaithful wife. And ഇവിടെ ഇപ്പൊ നമ്മുടെ ലോകത്ത് നോക്കുവാണെങ്കിൽ എവിടെ നോക്കിയാലും ഡിവോഴ്സ്, എവിടെ നോക്കിയാലും, I'm not saying it's bad, but എവിടെ നോക്കിയാലും ഡിവോഴ്സ് ആണ്, എവിടെ നോക്കിയാലും കലഹമാണ്, രാജ്യങ്ങൾ തമ്മിൽ കലഹം, മനുഷ്യർ തമ്മിൽ കലഹം. എന്തിന്റെ പേരിലാണ് ഈ കലഹവും അടിയും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാവുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് നോട്ട് അഗ്രീങ് വിത്ത് someone for their ideology. പക്ഷെ ഇവിടെ ഇത്രയും ചീത്തയായിട്ട് നടക്കുന്ന ഒരു ഭാര്യനെ തിരിച്ച് God tells Hosea to buy her back, right? And again, this shows God's relentless love and forgiveness towards unfaithful people. ഈ ദൈവം മനുഷ്യരെ
പൊറുക്കുന്നത് ദൈവം 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 ആയതുകൊണ്ട് ദൈവത്തിന് ആൾക്കാരെ പൊറുക്കാൻ പറ്റുമെന്ന് നമുക്കിങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ? നമ്മുടെ അടുത്ത് പുതിയ നിയമത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ ക്രിസ്തുവിനോട് ലൈക്ക് വി ഷുഡ് റിസെമ്പിൾ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, അല്ലേ? ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ആർ ലോർഡ്. അപ്പം ദൈവത്തിന് ഇത്രയും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അതിനർത്ഥം എന്തുവാ? നമ്മളും അതുപോലെ ക്ഷമിക്കുവാൻ പഠിക്കണം, നമ്മളും അതുപോലെ ഹമ്പിൾ ആവാൻ പഠിക്കണം. സോ ഇഫ് ഗോഡ് പുട്സ് യു അറ്റ് എ സിറ്റുവേഷൻ, ദൈവം നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഇട്ടേക്കുക, നമ്മളിങ്ങനെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ആക്ച്വലി നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അവരുമായിട്ട് നിർത്താതെ തമ്മി തല്ലി അടികൂടി നിൽക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അവരെ ക്ഷമിച്ച് നമുക്ക് ദൈവസന്നിധി താഴ്ന്നിരുന്ന് ജീവിക്കാം, നമുക്ക് ശക്തി പ്രാപിക്കാം ബൈ forgiving. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാം എപ്പോഴും ക്രിസ്ത്യൻസിന് ഒരു ബാറ്റിലാണ്, ഒരു പോരാട്ടമാണ്. നമ്മുടെ ക്രിസ്ത്യൻസ് എസ്പെഷ്യലി അഭിഷേകം ഉള്ളവർക്ക് നമ്മുടെ മുമ്പിൽ എന്ത് വന്നാലും അത് പോരാട്ടം തന്നെയാണ്. കാരണം എന്താ? നമ്മുടെ മുമ്പിൽ ഈ ലോകത്തിന് എപ്പോഴും പ്രൂവ് ചെയ്യണം നമ്മൾ വിശ്വാസത്തിൽ ഉണ്ടെങ്കിലും അന്യഭാഷ സംസാരിക്കുമെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഈ ലോകത്തിന് വാട്ട് ഇസ് ദ ഡെവിൽ അൾട്ടിമേറ്റ്ലി വാണ്ട് ടു ഡു, പിശാചിന് എന്താണ് ഈ ലോകത്തിന് മുമ്പിൽ നമ്മളെ കുറിച്ച് കാണിക്കേണ്ടത്? ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, പിശാചിന് ഒരു പർപ്പസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സാറാമാൻഡീനെ എടുക്കുകയാണെങ്കിൽ, സാറാമാൻഡിയെ കാണാവുന്നതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. സാറാമാൻഡീനെ ദൈവത്തിന്റെ പർപ്പസ് എന്തുവാ? ദൈവത്തിന്റെ മകളായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് കാണിക്കാനാണ് ദൈവത്തിന്റെ പർപ്പസ്. പക്ഷെ പിശാചിന്റെ പർപ്പസ് എന്തുവാ? ഈ ഫാമിലിയിലാണെങ്കിലും അല്ലെ നെയ്ബേഴ്സ് ആണെങ്കിലും ആരെങ്കിലും ആണെങ്കിലും ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കും. ആ പ്രോബ്ലം കാരണം സാറാമാൻഡി സ്പിരിച്വലി അവിടെ തകരണം, എന്ന് വെച്ചാൽ ദേഷ്യപ്പെടണം, അഹങ്കാരം വരണം, ദേഷ്യത്തിൽ നിന്ന് പ്രൈഡ് വരും, അല്ലെ? ദേഷ്യം വന്ന് അഹങ്കാരം വന്ന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകണം. ദാറ്റ്സ് ദ വേൾഡ്സ് പർപ്പസ് ആൻഡ് then there's God's purpose. God's purpose wants you to be humble and forgiving, അല്ലെ? നമ്മള് പുതിയ നിയമത്തില് ഇനി ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ന്യൂ ടെസ്റ്റ്മെന്റില് വാട്ട് ഡസ് ദ ബൈബിൾ സേ അബൌട്ട് ഹ്യൂമിലിറ്റി ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ആമേൻ. നേരത്തെ വായിച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നു, എന്താ, therefore as the elect, കൊളോസിയൻസ് 3:12, therefore as the elect of God, holy and beloved, clothe yourselves with heart of compassion, kindness and humility, gentleness and patience. അവിടെ ഹ്യൂമിലിറ്റിന് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അടുത്ത വാക്യത്തിന്റെ forgiveness ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫിലിപ്പിയൻസിന്റെ 2:8 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? മനുഷ്യ സാദൃശ്യത്തിൽ അത് മൊത്തം 6 തൊട്ട് വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. ക്രിസ്തു എന്ത് എക്സാമ്പിൾ ആണ് അവിടെ സെറ്റ് ചെയ്തത്? എന്താണ് ക്രിസ്തു അവിടെ ചെയ്ത് കാണിച്ചത്? യേശു ക്രിസ്തു ഹി ഹംബിൾഡ് ഹിംസെൽഫ് ഓവർ ദർ. ആമേൻ. ഇനി നമ്മള് ജോൺ 13:14-15 ആരെങ്കിലും വായിക്കാവോ? ജോൺ ചാപ്റ്റർ 13:14-15. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ. ആമേൻ. സോ അവിടെ പറഞ്ഞേക്കുന്നത് ജീസസ് ഇസ് സെറ്റിംഗ് ആൻ എക്സാമ്പിൾ അഗൈൻ. 2 രീതിയിൽ അവിടെ യേശുക്രിസ്തു ന്യൂ ടെസ്റ്റ്മെന്റിൽ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഹ്യൂമിലിറ്റിനെ കുറിച്ച്. ഒന്ന് മരണത്തോടെ എക്സാമ്പിളും, പിന്നെ രണ്ടാമത് മരണത്തിൽ എന്ത് ഹംബിൾ ആയിട്ടാണ്, മരണത്തിലും ഹി ഹംബിൾഡ് ഹിംസെൽഫ് ഓവർ ദർ, ഹി സബ്മിറ്റഡ് ഹിംസെൽഫ് ടു ഗോഡ്സ് വിൽ.
അവിടെ അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ യേശുക്രിസ്തു വേറൊരു ആക്ഷനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹി വാഷ്ഡ് ദ ഫീറ്റ് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. അന്നത്തെ കാലത്ത് നമ്മൾ ഇച്ചിരി വായിച്ചു നോക്കിയാല് അറിയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, യഹൂദന്മാരും പോലും ചെയ്യാത്ത കാര്യമാണ് കാല് കഴുകുക എന്നുവെച്ചാൽ പുറം ജാതികളായ അന്യജാതിക്കാര് എന്നുവെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് അടിമകള് ചെയ്യുന്ന ജോലിയാണ് കാല് കഴുകുക എന്ന് വെച്ചാൽ. അതിനർത്ഥം നമ്മളിപ്പോ എല്ലാവരുടെയും കാല് പോയി കഴുകണമെന്നാണോ? നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് പ്രൂവിങ് ദാറ്റ് ഹ്യൂമിലിറ്റി. യേശുക്രിസ്തു അവിടെ അന്നത്തെ കാലത്ത് അവർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ എക്സാമ്പിൾ കാണിച്ചു. നമ്മളും അതിനർത്ഥം നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട ലെസൺ എന്തോ, ദാറ്റ് വി ഷുഡ് ഹംബിൾ അവർ സെൽസ് ലൈക്ക് ജീസസ് ദാറ്റ്. യേശുക്രിസ്തു ചെയ്ത പോലെ നമ്മളും, യേശുക്രിസ്തു തന്നെ താഴ്ത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് എക്സാമ്പിൾ കാണിച്ചു എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന്. അതുപോലെ നമ്മൾ തന്നെ താഴ്ത്തണം. അങ്ങനെ താഴ്ത്തുമ്പോഴാണ് നമുക്കും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൊർഗിവ്നെസ്സിലേക്ക് എത്താനുള്ള ഫസ്റ്റ്. നമുക്ക് ഫൊർഗിവ്നെസ് എന്ന ആ ഒരു വേർച്യു, ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹ്യൂമിലിറ്റി ഉണ്ടാവണം എന്നുള്ളത്. ഒരാൾക്ക് ഹ്യൂമിലിറ്റി, താഴ്മ ഇല്ലാത്ത ഒരാൾക്ക് ഒരാളെ ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ലൈക്ക് അവരുടെ മനസാക്ഷി കുത്തണം അവർക്ക് ക്ഷമിക്കാൻ പറ്റൂല. മേ ബി പുറമെ അഭിനയിച്ച് കാണിക്കാൻ പറ്റും, ആ ഞാനങ്ങ് ക്ഷമിച്ചു, ഞാനങ്ങ് വിട്ടുകൊടുത്തയാ, പിന്നെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാ പക്ഷെ ഞാനങ്ങ് വിട്ടുകൊടുത്തയാ, പിന്നെ അങ്ങനെയൊക്കെ പറയായിരിക്കാം. ബട്ട് ശരിക്കും ഉള്ളിൽ നിന്നുള്ള ക്ഷമ, ഒരാളെ ക്ഷമിക്കണമെങ്കിൽ, മനസ്സിൽ നിന്ന് ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ യു നീഡ് ഹ്യൂമിലിറ്റി ഫോർ ദാറ്റ്. ആൻഡ് നമ്മള് പുതിയ നിയമത്തില് വീണ്ടും യേശുക്രിസ്തു എന്ത് എക്സാമ്പിൾ ആണ് നമ്മളെ കാണിക്കുന്നത് ഫൊർഗിവ്നെസ്സിനെ കുറിച്ച്? പഴയ നിയമത്തില് കാണിച്ചേക്കുന്ന എക്സാമ്പിൾ എന്താണ്? ജോസഫ് തന്റെ ബ്രദേഴ്സിനെ ഫൊർഗിവ് ചെയ്തതും, ഹോസേയ ഫൊർഗിവിംഗ് ഹിസ് അൺഫെയ്ത്ത്ഫുൾ വൈഫ്, തന്റെ ചീത്ത വൈഫിനെ ഫൊർഗിവ് ചെയ്യുന്നതാണ് പഴയ നിയമത്തിൽ കാണിച്ചത്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്താണ് മനുഷ്യരൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്? മത്തായി 6:12 ആരെങ്കിലും വായിക്കാവോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. And forgive us our debts as we also have forgiven our debtors. Amen. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ് വിത്ത് forgiving others. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾക്കും ക്ഷമ വരുന്നത്. ലൈക്ക് ഫ്രം ഗോഡ്. Forgiveness comes from God when we forgive others. Amen. It could be even the tiniest things. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കാര്യങ്ങളായിരിക്കാം. നമ്മള് അവിടെ ക്രിസ്തു ഫൊർഗിവ് ചെയ്യാൻ പഠിപ്പിച്ച പോലെ ഫൊർഗിവ് ചെയ്താലേ നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്കും വലിയ തെറ്റുകൾക്കും ദൈവം ക്ഷമിക്കാൻ പറ്റൂ. Amen. Forgive us our debts as we also have forgiven our debtors. നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് നമ്മളുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നത്. Amen. ആൻഡ് പിന്നെ നമ്മൾ മത്തായി 18 പോവുകയാണെങ്കിൽ 18:33 ആരെങ്കിലും വായിക്കാവോ? എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. Shouldn't you have had mercy on your fellow servant just as I had on you? ഈ നമ്മൾ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് നമ്മൾ എപ്പോഴും ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ വി ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് റോങ്സ് വി ഡിഡ്, അല്ലെ? നമ്മുടെ ലൈഫിന് പുറകിൽ നമ്മളിപ്പോ മേ ബി ജസ്റ്റ് ഇപ്പൊ നമ്മൾ 2026 പുതിയ വർഷം, നമ്മൾ 2025 എന്തൊക്കെ കാട്ടിക്കൂട്ടി കാണും? അതൊക്കെ ദൈവം ക്ഷമിച്ചിട്ടുണ്ടോ? ലൈക്ക് ഡിഡ് ഗോഡ് forgive it? You need to forgive others for that to be forgiven. Amen. At least that is my understanding from this part that I have read. എനിക്ക് അതാണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഏറ്റവും നമ്മൾ ഫൈനലി എനിക്ക് വേറെ ഒരിടത്ത് ഏറ്റവും ക്രിസ്തുവിന്റെ ഇമേജ് ആയി മാറിയ ഒരു വ്യക്തി ന്യൂ ടെസ്റ്റ്മെന്റിലാണ് സ്റ്റീഫൻ. Amen. അപ്പോസ്തല പ്രവൃത്തിയുടെ 7:60 ആരെങ്കിലും വായിക്കാവോ?
അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. Amen. Then he fell on his knees and cried out, Lord, do not hold this sin against them. Amen. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന കല്ല് ഫിസിക്കൽ കല്ലാവണമെന്നല്ല, ശരിക്കുള്ള കല്ലാവണമെന്നില്ല. നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ മനസ്സിന് കത്തി കൊണ്ട് മുറിക്കുന്ന പോലത്തെ വാക്കുകളായിരിക്കാം, ചില പേരുടെ പ്രവൃത്തികളായിരിക്കാം നമ്മൾ അത്രയും മുറിവേൽപ്പിക്കുന്നത്. യു നീഡ് ടു റിമെമ്പർ വൺ തിങ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഗ്രഡ്ജ് പോലും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഗ്രഡ്ജ് അല്ല, നമ്മൾ വായ കൊണ്ട് ആ ഒരു വേദനയിൽ നിന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മുടെ വായന്ന് വരുന്ന ശാപമായിട്ട് മാറിയേക്കാം അവരുടെ ജീവിതത്തിൽ. ക്രിസ്തു നമ്മളെ വിളിച്ച മറ്റുള്ളവരെ ശപിക്കാനാണോ? നോ. സി, ഈ ലോകത്തിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ പിശാചിന്റെ, ലോകം എന്ന് പറയുമ്പോൾ പിശാചിന്റെ എയിം എന്താണ്? നമ്മളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു ശാപവാക്ക് വീഴാനായിരിക്കാം. ഫ്രം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന കല്ല്, the stone that is being casted upon you. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് നേരെ നമ്മൾ എറിയുന്ന കല്ല്, നമ്മളെ വേദനിപ്പിക്കാൻ എറിയുന്ന കല്ല്, ആ ഒരു ജീവിതാവസ്ഥയിലുള്ള കല്ല്, ലോകത്തിന്റെ പിശാചിന്റെ എയിം എന്തോ നമ്മളുടെ വായിൽ നിന്ന് ആ അത്രയും വേദനയിലും വിഷമത്തിലും ഇരുന്നിട്ട് ഇവര്, ഞാൻ പറയുന്നില്ല, ബിക്കോസ് അഗൈൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഐ ഷുഡ് നോട്ട് ബി ഡൂയിങ് ഇറ്റ്. അങ്ങനെ ആ ഒരു ശാപം ഞാൻ പറയാം, ഞാൻ ഓപ്പൺലി പറയാണ്. ചില സമയം ഞാൻ ഈ ന്യൂസും ഈ ലോകത്ത് നടക്കുന്ന സംഭവം, ഈ ഇത്രയും കറപ്ഷനും ഒക്കെ കാണുമ്പോ ഞാൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി അതെന്റെ ഒരു ജോലിയല്ല, എന്റെ ജോലി അതല്ല. മറ്റുള്ളവരെ കുറിച്ച് ദുഷ്ടത പറയാനോ, അല്ലെ അവരെ ശപിക്കുവാനോ, അല്ലെങ്കിൽ അവരുടെ എന്റെ ദേശത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ പറയാനോ അല്ല എന്നെ വിളിച്ചേക്കുന്ന ദൈവം. ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ്. നമ്മളെ അതിനല്ല വിളിച്ചേക്കുന്നത്. സ്റ്റീഫന് വേണമായിരുന്നെങ്കിൽ അവിടെ വീണ പറയുന്നു, കർത്താവേ, ഇവരെല്ലാരെ ശപിച്ച് ഭസ്മമാക്കി കളയണെന്നൊക്കെ വേണേ പറയായിരുന്നു. ആൻഡ് ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ്. കാരണം ക്രിസ്തുവിന്റെ ഇമേജില് അവിടെ പൂർണ്ണമായി സ്റ്റീഫൻ അവിടെ, ബിക്കോസ് ഹി embodied forgiveness and humility of Christ. Amen. So എനിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ ആദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് ഓരോ പോയിന്റ് ബൈ പോയിന്റ് പറയുവാണെങ്കിൽ, കൊലോസിയൻസ് 3:12-13 അവിടെ മലയാളത്തിൽ ഒന്നും കൂടെ വായിക്കാം ആൻറ്റി. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. Forgive as the Lord forgave you. അവിടെ അത് പറയുന്നില്ലേ, ദൈവം നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങൾ അത് വായിച്ചായിരുന്നു ആന്റി? അതാ, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ഒന്നുകൂടെ വായിക്കണോ? ഒന്നുകൂടെ വായിക്കണം. 13 ഒന്നുകൂടെ വായിക്കണം. ഓക്കെ, 12 തൊട്ട് ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണത ബന്ധമായ സ്നേഹം ധരിപ്പീൻ. Amen. So എന്റെ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു വാക്യം, forgive as the Lord forgave you. അപ്പം ഇവിടെ കാണിച്ചേക്കുന്ന എന്തോ ഹ്യൂമിലിറ്റി. ഞാൻ ബാക്കി കമ്പാഷൻ, കൈൻഡ്നസ്, ജെന്റിൽനെസ്, പേഷ്യൻസിലോട്ട് പോകുന്നില്ല. ഹ്യൂമിലിറ്റി, ഇത് കൊണ്ട് you have to clothe yourselves with these virtues. Again, mainly taking out humility as a point, because only if you have that, you can forgive as the Lord forgave you. ദൈവം നമ്മളോട് ക്ഷമിച്ചോളെ നമുക്കും ക്ഷമിക്കാൻ പറ്റുള്ളൂ ഇതുണ്ടെങ്കിൽ മാത്രമേ. Amen. പിന്നെ എഫേസ്യൻസ്
4:32 പറയുന്നു, ബി കൈൻഡ് ആൻഡ് ടെൻഡർ ഹാർട്ടഡ് ടു വൺ അനദർ, അഗൈൻ forgiving each other just as in Christ God forgave you. Amen. യേശുക്രിസ്തു forgive ചെയ്തതുപോലെ നമ്മൾ forgive ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്യമാണത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയ മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. Amen. കാരണം എന്തിനാണ് ഇത്രയും forgivenessന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഐ ഡോണ്ട് നോ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഞാൻ നാട്ടിലത്തെ ചർച്ചിലൊന്നും പോകുന്നില്ലല്ലോ ഇപ്പൊ. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ തോന്നിയതാണ് ഈ ഒരു ടോപ്പിക്, ഹ്യൂമിലിറ്റി ആൻഡ് ഫോർഗിവ്നെസ്. താഴ്മയും ക്ഷമിക്കുന്നതും, ക്ഷമല്ല, പേഷ്യൻസ് അല്ല, ക്ഷമിക്കുന്നത്. ഒരാളെ ക്ഷമിക്കുന്നതും നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവേണ്ട ഹ്യൂമിലിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ന്യൂസിലൊക്കെ എടുത്തു നോക്കണ ചെറിയ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും കുത്തും കൊലപാതകവും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ഇപ്പം we should set an example as Christians. Amen. If you look in the news media now, especially in Western countries, mainly USA, not getting political ആയിട്ട് പറയുമല്ല ഞാൻ, from a Christian point of view I am saying, ഇപ്പം ക്രിസ്ത്യൻസ് ആയിട്ട് നിൽക്കുന്ന വേൾഡ് ലീഡേഴ്സ് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അവര് ക്രിസ്ത്യൻസ് ആണോ എന്ന്? നോ, ഡെഫിനറ്റ്ലി നോട്ട്. ക്രിസ്ത്യൻസ് ചെയ്യുന്ന കാര്യമാണോ മനുഷ്യന് ഇൻഹ്യൂമൻ ആയിട്ട് സബ് ഹ്യൂമൻ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. Amen. ഇവര് ക്രിസ്ത്യാനിറ്റി ഒത്തിരി വോട്ടിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിറ്റിന് ഒത്തിരി ഘോരം പ്രസംഗിച്ച ആൾക്കാരാ ഇവരൊക്കെ. അവരെ വോട്ട് കിട്ടിയതിന് ശേഷം ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഫോർ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്ത്യൻ ആയിട്ട് നിന്ന് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്ത് വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം പിന്നെ നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാർ ജെന്യുവൻലി പറയുന്ന ഇതാണോ നിങ്ങളുടെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം? ലൈക്ക് ഞാൻ ചില പോസ്റ്റ് ഒക്കെ കാണും, ഈ ലീഡേഴ്സ് കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണിക്കുമ്പം കമന്റ് സെക്ഷനിൽ പറയുന്നയാ, ദിസ് ഇസ് ദ forgiveness and love Jesus preached. ഉച്ചത്തോടെ ആൾക്കാർ പറയുന്നതാ. അപ്പം അത്രയും വലിയൊരു ലാർജ് സ്കെയിലില് പീപ്പിൾ, അത് മാത്രമല്ല വേറെ ഏതെങ്കിലും റിലിജനെ ഇവരിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ? മുസ്ലിം ലീഡേഴ്സ് എന്തോരം എന്തുവാ ദൈവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവര് പറയുവോ മുസ്ലിംസിനെ കുറ്റം പറയുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഹിന്ദുയിസം, ഡൂയിങ് സോ മെനി തിങ്സ്. അവരാരും ക്രിട്ടിസൈസ്, ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാൻ എളുപ്പം ക്രിസ്ത്യൻസിനെ. അപ്പം ഇൻ ദിസ് ഇയർ വി ഷുഡ് ടീച്ച് അവർ ചിൽഡ്രൻ ആൻഡ് അവർ സെൽസ്. നമ്മളുടെ മക്കളും നമ്മളുടെ കൊച്ചുമക്കളും നമ്മളെ എല്ലാവരും നമ്മൾ സ്വന്തമായിട്ട് പഠിപ്പിക്കണം. എന്താ? ഹ്യൂമിലിറ്റി ആൻഡ് ഫോർഗിവ്നെസ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. നിങ്ങളുടെ എന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റിയും താഴ്മയും ഒരു വ്യക്തിനെ ക്ഷമിക്കുന്നതും അതെപ്പോഴും ഒരുമിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. അത് ഒരുമിച്ചില്ലെങ്കിൽ വി കനോട്ട് ഡിഫീറ്റ് പ്രൈഡ്. ബൈബിളിൽ ഉണ്ടായിരുന്ന ആദ്യ പാപമായ പ്രൈഡിനെ തകർക്കാൻ കഴിയില്ല. Amen. ഒരു forgive ചെയ്യുന്ന ഒരാൾക്ക്, ക്ഷമിക്കാൻ കഴിയാവുന്ന ഒരാൾക്ക് മാത്രമേ പ്രൈഡിനെ തകർക്കാൻ കഴിയൂ. Amen. സോ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ നോക്കുവാണെങ്കിൽ എന്റെ അമ്മയും ഞാനും മാത്രമുള്ള വിശ്വാസത്തില്. സോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട്, എന്താ അവര് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ലേ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഉടനെ വിശ്വാസത്തെ പോക്കുന്നത്. അപ്പൊ അത്ര ലാർജ് സ്കെയിലിൽ വെൻ വേൾഡ് ലീഡേഴ്സ് റെപ്രസെന്റ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ദർ ഡൂയിങ് ഈവിൽ തിങ്സ്, അത്ര ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ച് വോട്ട് കിട്ടിയിട്ട് ദുഷ്ടത്തരം കാണിക്കുമ്പോ കുറ്റം മൊത്തം ആരുടെ തലയിലാ പോകുന്നത്? ഒന്നും ചെയ്യാത്ത യേശു ക്രിസ്തുവിന്റെ തലയിലാ പോകുന്നത്. കാരണം എന്തോ ക്രിസ്തുവിനെ അവര് കുറ്റം പറയുന്നത്. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹവും ഫൊർഗിവ്നെസ്സും താഴ്മ എന്തിയെ എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ നമ്മള് ഈ എസ്പെഷ്യലി അന്ത്യകാലം അടുത്തിരിക്കുമെന്ന് പറയാൻ സമയമായി നമുക്ക്. സത്യം പറഞ്ഞ ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ, Amen,
മനുഷ്യന്റെ കൺട്രോളിലല്ല ഒന്നും. അത് നമ്മൾ എല്ലാരും ആത്മാവിൽ അറിഞ്ഞ് ജാഗരിക്കേണ്ട ഒരു സമയമായി. നമ്മളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയെന്ന് വേണം പറയാൻ. അത്രയ്ക്കും വേഗതയിലാണ് പിശാചിന്റെ കുട്ടി പിശാചുകളും നീങ്ങുന്നത് ഈ ലോകത്ത്. Amen. ആ ഒരു സീരിയസ്നെസ് അറിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തണം. വചനം പറയണം, മറ്റുള്ളവർക്ക് സുവിശേഷം പറയണം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഓരോ ആക്ഷനിലും ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ, സ്റ്റീഫൻ ക്രിസ്തുവിന്റെ ആക്ഷൻസ് വെളിപ്പെടുത്തിയ പോലെ വരണമെങ്കിൽ നമുക്ക് താഴ്മ വേണം, ഹ്യൂമിലിറ്റി വേണം, ഫൊർഗിവ്നെസ് വേണം. Amen. ഇതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ജീവിച്ചു പോവാൻ. സോ ആൻഡ് കാരണം ഇത് വീണ്ടും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, വാട്ട് ഡസ് ഹ്യൂമിലിറ്റി ആൻഡ് ഫൊർഗിവ്നെസ് ഗിവ് us? താഴ്മയും ഒരാളെ ക്ഷമിക്കുന്ന സ്കിൽ എന്ന് വെച്ചാൽ ആ ഒരു എബിലിറ്റി നമുക്ക് എന്താണ് തരുന്നത്? സങ്കീർത്തനം 149:4 ആരെങ്കിലും വായിക്കാവോ? സാംസ് 149:4. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. Amen. He adorns the humble with salvation. Amen. ലൂക്ക് 14:11 വായിക്കുക. സോ ഫസ്റ്റ് ദൈവം, for the Lord takes pleasure in his people. He adorns the humble with salvation. ഈ താഴ്മയുള്ളവർക്ക് രക്ഷയാണ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെന്ന് വെച്ചാൽ ലൂക്ക് 14:11. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. Amen. For everyone who will exalt himself will be humbled, and he who humbles himself will be exalted. Amen. തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. അപ്പം നമുക്ക് ഒരു സിറ്റുവേഷൻ നമ്മളെ ലൈഫിന്റെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ താഴ്ത്താൻ ഓപ്ഷൻ ഉണ്ട്. ആ താഴ്മയെല്ലാം കളഞ്ഞ് പ്രൈഡ് വന്ന് പാപം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. Amen. ദൈവം നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ താഴ്ത്തണം. എന്നാലേ ദൈവത്തിന് he who humbles himself will be exalted. നമ്മൾ ഉയർത്താൻ പറ്റൂ. Amen. ഫസ്റ്റ് എന്താണ്? താഴ്മയുള്ളവന് രക്ഷ പ്രാപിക്കും. രണ്ടാമത്തെ എന്താണ്? തന്നെത്താനെ താഴ്ത്തുന്ന മനുഷ്യൻ ഉയർത്തപ്പെടും, അല്ലെ? ഇനി മൂന്നാമത്തെന്ന് വെച്ചാൽ പ്രോവബ്സ് 25:21 ആരെങ്കിലും വായിക്കാവോ? ഇരുപത്തി 1:25. 25:21. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. Amen. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ, പക്ഷെ നമ്മൾ പുതിയ നിയമത്തെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രു ആരാ? പിശാച്. പക്ഷെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് നന്മ ചെയ്യുന്നവര് സുഹൃത്തുക്കളും തിന്മ ചെയ്യുന്നവര് ശത്രുക്കളും ആണെന്ന് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ ക്രിസ്തു എന്തുവാ നമ്മളെ പഠിപ്പിച്ച? നമ്മളുടെ ശത്രു മനുഷ്യരല്ല, പിശാചാണെന്ന്, അല്ലേ? ബട്ട് അഗൈൻ ഇവിടെ പഴയ നിയമത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളുടെ ശത്രു വിശക്കുമ്പോ, ഇഫ് യുവർ എനിമീസ് ഹംഗ്രി, തിന്നാൻ അപ്പം കൊടുക്കുക, ഗിവ് ഹിം ബ്രെഡ് ടു ഈറ്റ്. ആ വേണമെങ്കിൽ എന്റെ ശത്രു അല്ലേ, ചാവം വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് നടന്നു പോവാം. പക്ഷെ താഴ്മയുള്ള മനുഷ്യന് മാത്രമേ ആ ശത്രുവിനോട് ക്ഷമിച്ചിട്ട് ഈ അപ്പം തിന്ന്, ദാഹിക്കുന്നുണ്ടോ എന്നാ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, എന്നാ ഞാൻ വെള്ളം തരാം എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഈ വാക്ക് എന്താണ് തെളിയിക്കുന്നത്? പ്രൈഡിനെ തകർക്കുകയാണ് അവിടെ. പ്രൈഡ്, ദ ഫസ്റ്റ് സിൻ ഓഫ് ബൈബിൾ, വിച്ച് ഇസ് പ്രൈഡ്. പ്രൈഡ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ശത്രുവിന് വിശക്കുവാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റൂല. ആ പ്രൈഡിനെ അവിടെ ആകപ്പാട് തകർക്കുകയാണ് നമ്മള്, ക്രിസ്തു പഠിപ്പിച്ച പോലെ ചെയ്യുവാണെങ്കിൽ. Amen. Just as the Lord taught us, if we act on what the Lord taught us, we are destroying pride over there because of the humility which will help us to forgive that person. ആ
ആ പ്രൈഡിനെ തകർത്ത് നമ്മളിലുള്ള താഴ്മ ആ വ്യക്തിനെ ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. Amen. സോ ഒന്നുകൂടെ ഞാൻ വീണ്ടും ഈ പോയിന്റ് പറയാം. എന്താ? താഴ്മയുള്ളവന് രക്ഷ പ്രാപിക്കും, സങ്കീർത്തനത്തിൽ പറയുന്നു. ലൂക്കോസിൽ എന്താ പറയുന്നത്? ഹി ഹു ഹംബിൾസ് ഹിംസെൽഫ് വിൽ ബി എക്സോൾട്ടഡ്. സ്വയം താഴ്ത്തുന്ന വ്യക്തി ഉയർത്തപ്പെടും. അമേൻ. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഫൊർഗീവ് വേണ്ടി ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മളുടെ ക്രിസ്തുന്റെ സ്നേഹത്തിന് എന്താ വാക്ക് ഉപയോഗിച്ചാണ് വർണ്ണിക്കുന്നത് ബൈബിളില്? അഗാപ്പെ, അൺകണ്ടീഷണൽ ലവ്, തീരാത്ത സ്നേഹം, അല്ലേ? ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ഒരു കണ്ടീഷൻ ഇല്ല. നിങ്ങൾ തെറ്റ് ചെയ്താലും ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പറയുമ്പോ എന്ത് രസമോ പറയാൻ, പ്രസംഗിക്കുമ്പോ എന്ത് രസമോ പറയാൻ, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാള് തെറ്റ് ചെയ്യുമ്പം നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്നുണ്ടോ? ഇല്ല. അവര് ക്ഷമിച്ചില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്നില്ല. ഇതെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹമുള്ളവർക്കേ ചെയ്യാൻ പറ്റൂ. ആമേൻ. സോ അഗൈൻ കമ്മിങ് ബാക്ക്, പ്രോവർബ്സിൽ സദൃശവാക്യത്തില് എന്താ പറയുന്നത്? നിങ്ങളുടെ ശത്രുവിന് വിശക്കുവാണെങ്കിൽ തിന്നാൻ അപ്പം കൊടുക്കണം, ദാഹിക്കുവാണെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കണം. അത് ആ ഒരു സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ, അങ്ങനെ എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താ വേണ്ടത്? താഴ്മയിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ശക്തിയും ബലവും ദൈവം തരും. ആമേൻ. സോ what I'm trying to say, ഞാൻ ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഈ ലോകത്ത് നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ശത്രു ആരാണ്? പിശാചാണ്. പിശാചിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പദ്ധതിയും രണ്ടും രണ്ട്. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പരീക്ഷയും നമ്മൾ ജയിച്ച് മുന്നോട്ട് വരണം. പിശാചിന്റെ പദ്ധതി നമ്മളെ പരീക്ഷ തോൽക്കാൻ വേണ്ടി നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വരണം. ദൈവവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് വരണം. ആമേൻ. സോ നമ്മള് എപ്പോഴും ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആണ് ഈ ലോകത്ത്. ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അത് 2 കൊറിന്ത്യൻസിൽ പറയുന്നുണ്ട്, വി ആർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് താഴ്മയും ക്ഷമിക്കുന്ന ഫൊർഗിവ്നെസ്സും. ആമേൻ. സോ I pray that this word has been very helpful for everyone here. നമുക്ക് 2026 തുടക്കത്തിൽ തന്നെ ഇത് എന്നോടും സംസാരിക്കണം, നിങ്ങളോടും സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ വചനം നമുക്ക് ഈ എല്ലാ വർഷത്തിന്റെ തുടക്കവും നമ്മൾ വചനം കേൾക്കും. വചനം കേട്ടിട്ട് ഞാൻ ഈ വർഷം ഇങ്ങനെയാവും, വർഷാവസാനമാകുമ്പോ എങ്ങനെയോ ആയി. നമ്മൾ ആദ്യം വിചാരിച്ച പോലെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഈ വർഷം എന്നിട്ട് അവസാനം ആവുമ്പം നമ്മൾ അവിടം വരെ എത്തിയില്ലല്ലോ എന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ബട്ട് ഐ എം നോട്ട് സെയിങ് നിങ്ങൾ അത് കാരണം ഒരു ഫെയിലിയർ ആണോ, തോൽവിയാണോ ക്രിസ്തുവില്? ഒരിക്കലും അല്ല. ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും വിന്നേഴ്സ് ആണ്, നമ്മൾ ജയാളികളാണ്. നമുക്ക് യേശു ക്രിസ്തു നമ്മളെ ഫൊർഗിവ് ചെയ്തു. നമ്മൾ എന്തോരം നമ്മുടെ നന്മ കണ്ടിട്ടാണോ ദൈവം നമ്മൾ ക്ഷമിച്ച് യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്? ഈ ലോകത്തിലെ നന്മ കണ്ടിട്ടാണോ ദൈവം യേശു ക്രിസ്തുവിനെ ബലിയാടായി കൊടുത്തത്? ഒരിക്കലും അല്ല. ഈ ലോകത്ത് നമ്മളിപ്പോ നോക്കിയ ഏത് കോണിലും തിരിഞ്ഞു നോക്കിയ ദുഷ്ടത മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു നശിച്ച ലോകത്തിന് എന്തിനാ ഒരു രക്ഷ? കാരണം ദൈവത്തിന് അത്രയും സ്നേഹമുണ്ട് നമ്മുടെ അടുത്ത്. ദൈവത്തിന്റെ പ്രഷ്യസ് ക്രിയേഷൻ ആണ് നമ്മൾ. ആമേൻ. അത് കാരണം നമ്മള് നമ്മുടെ രക്ഷകനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മള് രക്ഷകനെ പോലെ ആകാൻ ഈ വർഷം നമ്മള് ശക്തീകരിക്കണം. ആമേൻ. നമ്മുടെ രക്ഷകന്, സേവിയറായ യേശുക്രിസ്തുവിന്റെ ഇമേജിന് നമ്മൾ റിസംബിൾ ചെയ്യണം. ആമേൻ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും തോൽവിയല്ല. ഞാനത് ആത്മാവിൽ പറയാം. യു ആർ നോട്ട് എ ഫെയിലിയർ ഫോർ നോട്ട് ബീങ് ഏബിൾ ടു ഡു ദാറ്റ്. ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നേക്കുന്നത് നമ്മൾ വീണു പോയെടുത്ത് ശക്തി പ്രാപിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. നമ്മള് ഇംഗ്ലീഷിൽ പറയുന്നല്ലോ, ലൈക്ക് എ ഫീനിക്സ് ദാറ്റ് റൈസസ് ഫ്രം ദി ആഷസ്. ഫീനിക്സ് എന്ന് വെച്ചാൽ ഒരു പക്ഷിയാ.
ആ പക്ഷി ഇറ്റ്സ് എ മിത്തോളജിക്കൽ ക്രീച്ചർ എന്ന് വെച്ചാൽ അത് ശരിക്കും ഉള്ള ഒരു പക്ഷിയല്ല. ആ പക്ഷി എന്താ, ആ പക്ഷി കത്തും. ആ കത്തിപ്പോയതിനു ശേഷം കത്തിപ്പോയി വീണ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു പക്ഷിയാ, അവരുടെ മിത്തോളജി അനുസരിച്ച്. ഏത് മിത്തോളജി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടൊക്കെ തോറ്റുപോയെന്ന് വിചാരിക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോയെന്നുള്ള ആ ചിന്ത നിങ്ങളെ താഴ്ത്തി കളയല്ലെങ്കോ. നിങ്ങള് തോൽവിയാണ് ഞാനിനി ക്രിസ്ത്യൻ, ഐ ആം എ ഫെയിലിയർ ആസ് എ ക്രിസ്ത്യൻ എന്ന് വരുന്ന തോട്ട് ദൈവത്തിൽ നിന്നുള്ള തോട്ടല്ല. നിങ്ങൾ ക്രിസ്ത്യാനി, ഇഫ് യു ആർ ഫെയിലിയർ ആസ് എ ക്രിസ്ത്യൻ, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു തോൽവിയാണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ചിന്തയല്ല. ആമേൻ. സോ ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ ബലപ്പെടുത്തുവാനും ഉറപ്പാക്കുവാനും ഞാൻ പറയുകയാണ്, നമുക്ക് ഇപ്പൊ ഞാൻ ഈ വചനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരാളോട് ക്ഷമിക്കുവാനോ, താഴ്ന്നിരിക്കേണ്ടടുത്ത് താഴ്ന്നിരിക്കാനോ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു തോൽവിയായി വിചാരിക്കല്. നിങ്ങൾക്കുള്ളിൽ ദൈവം പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് അങ്ങനത്തെ ഇനി സിറ്റുവേഷൻസ് വരുമ്പോൾ സ്വയം ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ദൈവത്തിന് അറിയാം നമ്മൾ മനുഷ്യരാണ്. ഹ്യൂമൻസ് ആർ പ്രോൺ ടു സിന്നിങ്, പ്രോൺ ടു ഫെയിലിംഗ്. പ്രലോഭനത്തിൽ ഏറ്റവും പെട്ടെന്ന് വീണു പോകുന്ന മനുഷ്യരാണ്, വീണു പോകുന്ന വ്യക്തികളാണ് മനുഷ്യര്. ഫോർ എക്സാമ്പിൾ, എന്റെ അമ്മ എടുത്ത് വഴക്കം ഇരുന്നിട്ട് എന്റെ അമ്മ എന്തെങ്കിലും കിച്ചണിൽ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ വാശിപ്പുറത്ത് വന്നേ ഇരിക്കാം, എനിക്ക് വേണ്ട ഇവരുണ്ടാക്കുന്ന ഫുഡ് ഒന്നും എന്ന് പറയാം. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ വിചാരിക്കാൻ, എന്റെ അമ്മയുടെ ഫുഡ് എന്നെ പ്രലോഭിച്ചങ്ങ് ഞാനങ്ങ് തിന്നു പോകും. അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് മനുഷ്യരുടെ നേച്ചർ. പ്രലോഭനത്തിൽ വീണു പോകുന്ന നേച്ചറാണ് മനുഷ്യരുടെ. ബട്ട് that does not mean you are a failure. You are always, always, always a winner in Christ. നിങ്ങള് ക്രിസ്തുവിൽ ജയാളിയാണ്. Amen. You are always a victor in Christ. So if you think, looking back onto this session, ഇപ്പൊ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു വ്യക്തിനോടോ അല്ലെ പല വ്യക്തികളോടോ നമുക്ക് ക്ഷമിക്കുവാനോ പൊറുക്കുവാനോ താഴ്ന്നിരിക്കേണ്ടടുത്ത് താഴ്ന്നിരിക്കുവാനോ നമ്മളുടെ വായിൽ നിന്ന് പിശാച് ജയിച്ച് ശാപവാക്കുകൾ വന്നാലും, ബിക്കോസ് അവിടെ പിശാചാണ് ജയിച്ചത്. നമ്മളെ വായിൽ നിന്ന് ചീത്ത കാര്യങ്ങൾ വരുവാണെങ്കിൽ, വേറൊരു വ്യക്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, നോ ദാറ്റ് ദൈവത്തിന് നിങ്ങളെ ഇനിയും ആവശ്യമുണ്ട്. അത് കാരണമാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.